എന്നാൽ സുലോചന അത്രയ്ക്ക് മോശം സ്ത്രീയാണോ? അവളുടെ ലോകം സേതു മാത്രമാണ്. അപ്പോൾ അയാൾക്കൊരു പ്രശ്നം വരുമ്പോൾ അവൾ കൂടെ നിൽക്കാതിരിക്കുമോ? സിനിമയിൽ ഒരു തവണ മാത്രമാണ് സേതു തന്റെ പ്രശ്നം സുലോചനയോട് തുറന്നു പറയുന്നത്. പെങ്ങളുടെ വിവാഹത്തിന് പണം ആവശ്യമായി വന്നപ്പോൾ സുലോചന സന്തോഷത്തോടെ തന്നെ അവളുടെ ആഭരണങ്ങളെല്ലാം സേതുവിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും തനിക്ക് ഫാക്ടറിയിൽ പ്രശ്നമുണ്ടെന്നും താൻ കടത്തിലാണെന്നും അയാൾ സുലുവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. ഒരുപക്ഷെ സേതു സുലോചനയോട് ഒരിക്കലെങ്കിലും തുറന്നു സംസാരിച്ചിരുന്നുവെങ്കിൽ അവൾ അയാളെ മനസ്സിലാക്കി ഒപ്പം നിന്നേനെ. എന്നാൽ സ്ത്രീകൾക്ക് അതൊന്നും മനസ്സിലാകില്ലെന്ന ആറ്റിറ്റ്യൂഡാണ് സിനിമയിലുടനീളം സേതുമാധവനുള്ളത്. കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്നാൽ റെസ്പോൺസിബിലിറ്റി തീർന്നു എന്ന ചിന്തയാണ് അയാൾക്കുള്ളത്. പിന്നെ എന്ത് വന്നാലും എല്ലാം സഹിച്ചു നിൽക്കണം. ആഗ്രഹങ്ങൾ അടക്കിപ്പിടിച്ച് ഭർത്താവിന്റെ പ്രശ്നങ്ങൾ അയാൾ പറയാതെ തന്നെ മനസ്സിലാക്കി പെരുമാറുന്ന ഭാര്യ ആയിരിക്കണം ഓരോ സ്ത്രീകളും എന്ന തരത്തിലാണ് മിഥുനത്തിലുടനീളം ഇവരുടെ ബന്ധത്തെ പ്രിയദർശനും ശ്രീനിവാസനും കാണിച്ചിരിക്കുന്നത്. ഏതൊരു ബന്ധത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് കമ്മ്യൂണിക്കേഷനാണ്. അത് സേതുവിനും സുലുവിനും ഇടയിൽ വിവാഹം കഴിക്കുന്നത് മുൻപ് വരെ ഉണ്ടായിരുന്നു. പിന്നെ വേണ്ടത് ഇന്റിമസിയാണ്. അതും കത്തുകളിലൂടെയും നേരിട്ട് കാണുമ്പോഴുമെല്ലാം അവർക്കിടയിൽ ഉണ്ടായിരുന്ന കാര്യമാണ്. എന്നാൽ വിവാഹം കഴിഞ്ഞതും സേതുവിന് അതെല്ലാം മാറി. പക്ഷേ സുലു അപ്പോഴും ആ പഴയ സുലുവായി തന്നെ നിൽക്കുകയാണ്. എന്നാൽ സിനിമ കാണുമ്പോൾ അത് സുലുവിന്റെ സ്വാർത്ഥതയായി മാത്രമാണ് പ്രേക്ഷകന് തോന്നുന്നത്.